ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ പൊടിയാണോ ഇത്ര? ഇവിടെയൊക്കെ എങ്ങനെയാണ് ആൾക്കാർ കിടന്നുറങ്ങുന്നത്? ഞാനേ ഒരു സൂത്രം കാണിച്ചു തരട്ടെ. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളതായിരിക്കും. നിങ്ങളെന്നെ കളിയാക്കരുത് കേട്ടോ. എൻ്റെ സന്തോഷം കൊണ്ട് ഞാനങ്ങ് കാണിക്കുന്നതാ. പിന്നെ വീക്കെൻഡായിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഞാനേ വിചാരിച്ചു എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നേ. അപ്പം എല്ലാ വീക്കെൻഡിലുള്ള കലാപരിപാടിയാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വർക്കൊക്കെ ഭയങ്കര വർക്ക് പ്രഷറൊക്കെ ആണെങ്കിൽ ഇതിലും അലങ്കോലമായിട്ടായിരിക്കും കേട്ടോ എൻ്റെ റൂമും ബെഡൊക്കെ കിടക്കുന്നത്. കാര്യം പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ ഓഫീസിൽ പോകണ്ടല്ലോ, വർക്ക് ഫ്രം ഹോം അല്ലേ, എന്ത് സുഖമാണ്. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ കാര്യം എടുത്താണ്ടല്ലോ എനിക്ക് ഓഫീസിൽ പോകുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളായാലും ഇപ്പോൾ കുറച്ച് നമ്മുടെയൊക്കെ വർക്കൗട്ട്, അതുപോലെ തന്നെ ഇപ്പം സ്കിൻ ഹെയർ കെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കും. അങ്ങനെ എല്ലാം ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ ഓഫീസിൽ പോകുമ്പോൾ. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതിന് എണീറ്റു, ഇതിനെണീറ്റു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെയും പെൻഡിങ് ആവും അവിടെയും പെൻഡിങ് ആവും. ഞാൻ ഈ പ്രാരാബ്ദമൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വീട്ടിൽ ഭയങ്കര പണിയാണെന്ന്. അങ്ങനെയൊന്നുമല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്യും. പിന്നെ ദിവസം ഇങ്ങനെ ഇപ്പോൾ ചിലരെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ഇപ്പോൾ വർക്കിനിരിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ വീട്ടിലുള്ളവരുടെ കാര്യം അങ്ങനെയൊക്കെ നോക്കി അതിന് ശേഷം വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. അവരോടൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഒട്ടും ഒരു ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്തൊരാളാണ്. പക്ഷേ ഇതിന് മുന്നേ ഒരു 1-2 സിറ്റുവേഷനിലൊക്കെ ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യും, പക്ഷെ ഞാൻ പെട്ടെന്ന് ഭയങ്കര ടയേർഡായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്നൊക്കെ. നമ്മൾ ഓരോരോ സിറ്റുവേഷനല്ലേ എല്ലാവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇതുണ്ടല്ലോ എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് എൻ്റെ റൂമാണ്. നമ്മുടെ വീട്ടിൽ 3 റൂമാണ് കേട്ടോ ഉള്ളത്. എല്ലാത്തിനും ഏകദേശം ഈ സൈസ് തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, നിറയെ സാധനങ്ങളാണ്. എല്ലാ മൂലയ്ക്കും കുറേ സാധനങ്ങൾ. ഇപ്പോൾ ഈ ബാഗൊക്കെ വെച്ചേക്കണുണ്ടോ, ആ സൈഡ് മൊത്തം സാധനങ്ങൾ. ഇപ്പുറ സൈഡിൽ കട്ടിലിട്ടു. അപ്പോൾ തന്നെ സ്ഥലം തീർന്നു. പിന്നെ കുറച്ച് നടക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് മെയിൻ വില്ലൻ ഇവനാണ് കേട്ടോ. ഈ കിടക്കുന്ന കട്ടിൽ ഇവൻ എൻ്റെ കല്യാണത്തിന് മേടിച്ചതാണ്. ഡബിൾ കോട്ടിൻ്റെ ആവശ്യമുള്ളായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിന് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ഇതുവരെ ഒരു ക്യൂൺ സൈസ് കട്ടിലില്ലായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹം, എല്ലാ മനുഷ്യർക്കും ഓരോ ആഗ്രഹം കാണുമല്ലോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടേക്കണം, കാണാൻ നല്ല രസമൊക്കെയാണ് കേട്ടോ. പിന്നെ ദേ ആ പോണ സാധനമില്ലേ, അവന് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ആമസോണിൽ നിന്നൊരു സ്റ്റഡി ടേബിൾ നോക്കി മേടിച്ചാണേ. മേടിച്ചപ്പം വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ വർഷമായി, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. നല്ല മേടിച്ചപ്പോൾ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവനിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള അടുത്ത പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അതെന്താണെന്ന് വെച്ചാൽ നമുക്കപ്പോൾ സാധനങ്ങളൊക്കെ പുറത്തൊന്നും ഇറക്കണ്ട. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഇരിക്കുന്ന ബാഗെല്ലാം ഞാൻ ഇറക്കി വെച്ചു. പിന്നെ ഈ ടേബിൾ ഉന്തിത്തള്ളി പുറത്ത് വെച്ചു. പിന്നെ അവിടെ കിടക്കുന്ന ചെയർ ഉണ്ടായിരുന്നു, അത് പുറത്ത് കൊണ്ടുപോയി. പിന്നെ ഈ കട്ടിൽ വലിച്ച് കുറച്ചുകൂടി നടുക്കോട്ട് നീക്കിയിടണം. എന്നാലാണ് എനിക്ക് കട്ടിലിൻ്റെ അടിയൊക്കെ ശരിക്കും ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചൂലെത്തത്തില്ല. അത് തന്നെയല്ല ഭിത്തിയുടെ സൈഡൊക്കെ അങ്ങ് ക്ലീൻ ആവത്തുമില്ല. അപ്പോൾ അങ്ങനെ കുറേ എന്താ പറയുക, നമ്മളങ്ങ് ഭയങ്കര ടയേർഡായി പോകും കേട്ടോ ഇങ്ങനെ സ്ഥലം ഇല്ലാത്തടത്ത് നിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ. നമ്മുടെ പഴയ വീടും സ്ഥലക്കുറവുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഒരു എന്താ പറയുക, ക്ലീൻ ആക്കിയിട്ട പോണക്ക് തന്നെ കിടക്കുമായിരുന്നു. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ക്ലീൻ ആക്കിയിട്ട് കാണാൻ. ഇതിപ്പോൾ നിറയെ ഭിത്തിയിലൊക്കെ പൊടിയുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ദേ ഇത് കണ്ടോ, എന്തേ തൂക്കുമ്പോൾ ചാടി വരണുണ്ട്. എന്തോരം പൊടിയാണ് വന്നേ നോക്കി. ഇതിപ്പോൾ നിറയെ പൊടിയാണ്. തൊട്ടില്ലെങ്കിൽ അത് അങ്ങനെ കോമളിച്ച് പപ്പടം കോമളിക്കണക്ക് കോമളിച്ച് അവിടെ ഇരുന്നോളും. ഇതിനെന്തെങ്കിലും പ്രതിവിധി ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തന്നെ കേട്ടോ. ഇതിന് കുറേ സൊല്യൂഷനൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അവർ പറഞ്ഞതും ഇവർ പറഞ്ഞതും ഒക്കെ ചെയ്ത് നോക്കി. പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ വിചാരിക്കുന്ന ഈ ഭിത്തിയിൽ ഒട്ടിക്കുന്ന ടൈലുണ്ടല്ലോ, അത് മേടിച്ച് ഒരു സൈഡിൽ ഒട്ടിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിലൊരു ചെറിയ പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് ഇതുവരെ ആർക്കും പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. ഈർപ്പം ഇറങ്ങുന്നതാണെന്ന് പറയുന്നു. പക്ഷേ ഈ കൊടും വേനലല്ലേ ഇപ്പോൾ, എന്തു ചൂടാണ്. ഈ സമയത്ത് മഴ പോലും ഇല്ല.
എപ്പോഴും ഇങ്ങനെ വരണമെങ്കിൽ എന്തായിരിക്കും റീസൺ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഈർപ്പം ഇറങ്ങുന്നത് തന്നെയാണെന്ന് വിചാരിക്കട്ടെ, ഈ ഇറങ്ങി ഇറങ്ങി നടുക്ക് വന്ന് മാത്രം എന്താണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം? ഭിത്തിയുടെ മുകളിലും പ്രശ്നമില്ല, ഭിത്തിയുടെ താഴെയും പ്രശ്നമില്ല, ഈ നടുക്ക് മാത്രമാണ് വേനലായാലും മഴയായാലും ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ 4 സൈഡിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഒക്കെ സൈഡിലുള്ളതാണെങ്കിൽ നമുക്ക് പിന്നെ അതാ നനവ് കൊണ്ടാന്ന് വെക്കാം. പക്ഷേ ഇതല്ലാത്ത 4 സൈഡിലും ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ സൈഡിലിങ്ങനെ പൊടിയൊക്കെ തൂത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് ശരിക്കും ഒന്നുകൂടി ഇങ്ങനെ അമർത്തി ഇങ്ങനെ തൂത്തെടുക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ ഈ ഫാൻ ഇടുമ്പോൾ പെട്ടെന്ന് നമ്മൾ പൊടി ഇളക്കി വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെയും പൊടി നിറയാവുമേ. ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ റൂമിൽ നിന്ന് ഇളക്കി കളഞ്ഞപ്പം. അപ്പോൾ ഞാൻ ഈ പൊടിയെല്ലാം ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ബെഡിലോട്ടും കൂടെ ആ പൊടി ആവുമല്ലോ. അപ്പോൾ അത് വേണ്ടല്ലേ. ഏതായാലും നമ്മൾ ഈ ബെഡ്ഷീറ്റ് കഴുകണം. അതുകൊണ്ട് അതെല്ലാം കളഞ്ഞ് അടിച്ചൊക്കെ വാരിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ബെഡ്ഷീറ്റ് മാറ്റത്തുള്ളൂ. പിന്നെ കർട്ടനൊക്കെ ഞാൻ ഓൾറെഡി കൊണ്ടുപോയി കഴുകാനിട്ടു. പക്ഷെ ഉണങ്ങുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം മഴയുടെ ചെറിയൊരു ഇതൊക്കെ ചുറ്റുപാടൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഉണങ്ങുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അതിന് കണ്ടോ കട്ടിൽ ഞാനിപ്പം നീക്കി നടുക്കോട്ടിട്ടേ, അല്ലെങ്കിൽ തുടയ്ക്കാനും പറ്റത്തില്ല, അടിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ കട്ടിൽ നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നീക്കിയിടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പണിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുപോയി പുറത്ത് വെക്കും. അപ്പോൾ അമ്മ അത് തിരിച്ചു കൊണ്ടുപോയി വെക്കും. അപ്പോൾ പിന്നെ ആവശ്യമുള്ള കുറേ പെറുക്കി എടുത്തതിന് ശേഷം ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ ഞാൻ സോർട്ട് ചെയ്തെടുത്താണ് ഇത്. ഇതൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മേടിച്ച കിട്ടിയ സർട്ടിഫിക്കറ്റ്സൊക്കെയാണ് കേട്ടോ. ഓരോന്നിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അന്നൊക്കെ ഇതിന് ഭയങ്കര ഇതാണല്ലോ, ഇതാണ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇതാണെന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും വലിയ ഗുണമില്ലെന്ന്. ഇതെൻ്റെ കോളേജിലുള്ളൊരു റെക്കോർഡ്, ഒരെണ്ണം ഞാൻ ഓർമ്മയ്ക്കായി വെച്ചേക്കുന്നതാണ്. പിന്നെ അതെൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പം നോട്ട്സൊക്കെ എഴുതുന്നതാണ്. പിന്നെ ഇതെൻ്റെ കാർഡാണ്. ഈ കാർഡ് എനിക്ക് ആര് തന്നാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വിഷ്ണു ചേട്ടൻ തന്നാന്നാണ് ഓർമ്മയിലിരിക്കുന്നത്. പിന്നെ അതൊക്കെ ഞാൻ കറണ്ട് അഫെയർസൊക്കെ KS-നൊക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ മേടിച്ച ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ബുക്കും പിന്നെ ഇതെന്തോ ഹിസ്റ്ററിയുടെ ഒക്കെ ആണേ. അതൊക്കെ ഞാനിപ്പം കളയാതെ വെച്ചേക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാമെന്നൊക്കെ കരുതി. പക്ഷേ ഹിസ്റ്ററി ഒന്നും എൻ്റെ തലയിലോട്ട് കയറില്ല, അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടു, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നൊരു കാർഡാണ്. അതിൻ്റെ ഒപ്പം ഒരു ചെടിച്ചട്ടിയും കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും അവളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ആ ചെടിയോട് പറയണമെന്നാണ് അവൾ അതിനകത്ത് എഴുതിയേക്കുന്നത്. ഇതെൻ്റെ ആദ്യത്തെ ഫോണാണ്. പിന്നെ ഇതെൻ്റെ ഒരു ഡയറി, പിന്നെ ഒരു സർട്ടിഫിക്കറ്റ്, പിന്നെ ഇതേ കണ്ടോ ഡിക്ഷണറി. നമ്മളൊക്കെ അന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിക്ഷണറി ഒക്കെ മേടിക്കുമായിരുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അത് മേടിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനെല്ലാം പെറുക്കി വെച്ച് കഴിഞ്ഞ് കണ്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന കണ്ടോ അഴുക്ക് പിടിച്ച കണക്ക്. ഇതെനിക്കിവിടെ ക്ലീൻ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഒരു സാധനം കാണിച്ചു തരാമെന്നിത്, ആ സാധനമാണിത്. ഇതെൻ്റെ അനിയത്തി മേടിച്ച വാഷിംഗ് മെഷീനാണ് കേട്ടോ. ഇതിനകത്ത് കണ്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ട്യൂൺ കണ്ടോ ടണ്ടേ എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കാണിച്ചു തരാനാണ് നിങ്ങളെ ആദ്യം പറഞ്ഞത്. ദേ കണ്ടോ തീരുന്ന സമയം ഞാൻ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവിടെ ഒരു ടൈമർ ഓടുന്നുണ്ട്. ഇതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയുന്നില്ല, ഇത് LGയുടെ പ്രൊമോഷൻ അല്ലല്ലോ. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. ഇതേ കണ്ടോ തീർന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ സൗണ്ട് കണ്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ സൗണ്ട്. ഇനി നമ്മൾ പവർ ബട്ടൺ ഓഫ് ആക്കി നോർമൽ ചെയ്യുന്ന കണക്ക് കേട്ടോ. എനിക്ക് പ്രാന്താന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ എല്ലാ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ചൊക്കെ വന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇനി കുറച്ച് വിശ്രമിക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയ്ക്ക് പണിയായിരുന്നു. ഒന്ന് കാണുമ്പോൾ ഇച്ചിരി നേരത്തെ പണിയുള്ളൂ, പക്ഷെ നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ ഞാനുണ്ടല്ലോ മുന്നൊക്കെ ഇങ്ങനെ എൻ്റെ പുസ്തകങ്ങളും ബുക്കൊന്നും ഞാൻ കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നേ. പിന്നെ നമുക്കിവിടെ സ്ഥലമില്ലാതായപ്പോഴാണ് കേട്ടോ എല്ലാം കൊടുത്തത്. എനിക്ക് അതിനകത്ത് ചില സമയത്ത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഒത്തിരി സ്കൂളിൻ്റെയും കോളേജിൻ്റെ ഒക്കെ മെമ്മറീസ് ഉള്ള സാധനങ്ങളല്ലേ, കൊടുക്കണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നും. പക്ഷെ എന്നാലും എന്താ പറയുക, നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ സ്ഥലമില്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ കൊടുത്താണ് കേട്ടോ. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പഴയ ഒത്തിരി പുസ്തകങ്ങളും ബുക്കുകളൊന്നും കൊടുക്കാതെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കണവരുണ്ടെങ്കിൽ. പിന്നെ ഇത് കണ്ടോ, എനിക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പോഴുണ്ടല്ലോ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വിരിക്കുവാണെങ്കിൽ നല്ല ഒരു ചുളുക്ക് പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അങ്ങനെ എല്ലാം വിരിച്ച് വെച്ച് തലവണയെല്ലാം വെച്ച് ഞാനിങ്ങനെ കണ്ടോ ആ സൈഡിൽ ആ ഭിത്തിയുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഓക്കെ. അത് കാണുമ്പോഴേ നമുക്ക് ക്ലീൻ ചെയ്തൊരു ഫീൽ കിട്ടില്ല. ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ.